ഹായ് മക്കളെ, എല്ലാവർക്കും എഡ്യൂപോളിലേക്ക് സ്വാഗതം. നിഹാൽ സാറാണ്. തമ്പ് കണ്ട് വന്നതായിരിക്കില്ല നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്. അപ്പോൾ നിങ്ങൾ നാളെ ക്രിസ്മസ് എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. നിങ്ങൾ +1 നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഒഫീഷ്യലി നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ, കാരണം ഓണപ്പരീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താണ് ഒരു ശരിക്കും +1 +2 ഒരു പ്യുവർ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി നിങ്ങൾ എഴുതാൻ പോകുന്ന ആദ്യ പരീക്ഷയാണ് ക്രിസ്മസ് പരീക്ഷ. അപ്പോൾ ആദ്യ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് ലീക്കായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷമം അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും വന്നിട്ടുള്ളത് നാളെ നിങ്ങളെ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന അഞ്ച് ക്വസ്റ്റ്യൻസ് നാളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുമ്പോൾ 5 ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എല്ലാ ചോദ്യം പറഞ്ഞിരുന്ന മോശം. അപ്പോൾ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്ന 5 ചോദ്യമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. വേണമെങ്കിൽ പഠിച്ചോ, നാളത്തെ പരീക്ഷ ചോദിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, അതങ്ങ് പഠിച്ചു വെക്കുക. ഒന്നാമത് ചോദ്യം ഇതാണ്, SAക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. The 73rd Constitutional Amendment was aimed to strengthen the Panchayat Raj Institution of India. Explain the changes brought by the amendment in Panchayat Raj system. 73ാം ഭരണഘടനാ ഭേദഗതിയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഭേദഗതി വരുത്തിയ മാറ്റങ്ങൾ വിശദീകരിക്കും. ഇത് 8 മാർക്കിന് SA ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ 8 മാർക്കിന്റെ SA ആയിട്ട് ചോദിക്കാൻ നാളെ ചോദിക്കുന്ന ചോദ്യമാണ്. അത് പഠിച്ചു വെക്കുക. 8 മാർക്കാണ്. 8 മാർക്ക് അല്ലെങ്കിൽ SA എന്ന് പറഞ്ഞ ചില്ലറക്കാരനല്ല. കൃത്യമായി 73ാം ഭേദഗതി മാത്രമേ ചോദിച്ചുള്ളൂ. ചിലപ്പോൾ 73ഉം 74ഉം ചോദിക്കും. ക്ലിയർ ആക്കി പഠിച്ചു വെച്ചേ. അടുത്ത ചോദ്യം ഇതാണ്, എക്സാമിൻ ദ ഡിസ്ക്രിമിനറി പവർ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ വിവേചന അധികാരങ്ങൾ പരിശോധിക്കുക. പഠിച്ചു വെച്ചോ. ഉത്തരം എവിടെ സാർ, ഉത്തരം എവിടെ സാർ നിങ്ങൾ വിചാരിക്കും? ഉത്തരം നമ്മൾ ഇന്ന് രാത്രി എന്ത് ചെയ്യും? ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, കണ്ടെത്തി പഠിക്കുക. എന്തെങ്കിലും ഒരു പണി നിങ്ങൾ എടുക്കുക. അടുത്ത ചോദ്യം ഇതാണ്, പ്രിപ്പയർ ആൻ essay on fundamental rights guaranteed by the Indian Constitution. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെ പറ്റി ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് ചോദിച്ചു, അല്ലെങ്കിൽ മൗലിക അവകാശത്തെ പറ്റി എഴുതാൻ വേണ്ടി എന്ത് ചെയ്യും? ചോദിക്കും. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഫംഗ്ഷൻ പെർഫോം ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന നിർവഹിക്കുന്ന ധർമ്മങ്ങൾ ചുരുക്കി വിവരിക്കുക. 4 മാർക്കിന് 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണോ? ഓക്കെ. അപ്പോൾ ഈ ചോദ്യങ്ങൾ ലീക്കഡ് ക്വസ്റ്റ്യൻസ് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. വേഗം നിങ്ങളുടെ ചങ്കുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ 2 അക്ഷരം എന്ത് ചെയ്തോടെ പഠിച്ച് പാസ്സായിക്കോളാം അല്ലേടാ. ഓക്കെ. അപ്പോൾ ഇന്ന് രാത്രി ലൈവ് മറന്നുകൊണ്ട, കൃത്യം 7 മണിക്ക് ഞാൻ അവിടെ ഉണ്ടായിരിക്കും, നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം, ഒരു ലൈക്കും തരാം. ബൈ.